യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന വചന സന്ദേശ ഭാഗം വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങൾ 91-ാം അധ്യായം. 91-ാം അധ്യായത്തില് നമുക്ക് ദൈവമക്കളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശ ഭാഗമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. സങ്കീർത്തനം 91-ൽ നമുക്ക് പ്രധാനമായിട്ടും തരുന്നത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മളെ ദിനംദിനമായിട്ട് നയിക്കുന്ന, ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം. ഈ വചനവിരുന്നിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവനാമത്തിൽ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ, ബ്രദർ ഇമ്മാനുവൽ. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. മീൻസ് എൻ്റെ നാട് ഒരുപാട് ദൂരെയാണെങ്കിലും തമ്പുരാൻ കർത്താവ് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ദൈവവചനം പ്രഘോഷിക്കുവാനും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവരിലേക്ക് ആ കൃപ എത്തിക്കുവാൻ വേണ്ടിയിട്ടും ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ആയുധമാകുന്നു. ബലഹീനനാണെങ്കിലും ഒന്നുമില്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവം ആ ബലഹീനതയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരുപാട് ഉയർത്തിയിട്ടേ ഉള്ളൂ. ഒരിക്കലും തമ്പുരാന്റെ കരം പിടിച്ചു വന്ന അന്ന് മുതൽ ഇന്ന് വരെ അവിടുന്ന് ഒരു കുറവും വരുത്താത്ത രീതിയിൽ കാത്ത് പരിപാലിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവം ഈ ക്രൂശിതനാണ്. ഈ ക്രൂശിതനായ കർത്താവിനെ നിങ്ങൾ കണ്ടുകൊണ്ട് ഓരോ ദിവസവും യാത്ര ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എല്ലാ വസ്തുവകകളും സുരക്ഷിതമായിരിക്കും. ഇത് ഒരു നേരം പോക്കിനോ ഒരു ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസിനോ അല്ലെങ്കിൽ അറിയാത്ത ദൈവത്തെ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കറിയുന്ന എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്, അനുഭവമാണ് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ജാതി, ഏത് മതസ്ഥർക്കും ഈ വചന സന്ദേശം കേൾക്കാവുന്നതാണ്. ഇവിടെ ജാതിയോ മതമോ വംശമോ കുലമോ പാരമ്പര്യമോ അല്ലെങ്കിൽ പ്രത്യേക വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമൊന്നുമില്ല. ഈ ആത്മീയ ചാനല് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം ഇതിൽ നിങ്ങൾക്ക് തരുന്നത് 100% ജെന്യൂൻ, സത്യസന്ധമായിട്ടുള്ള സന്ദേശമാകും. നിങ്ങളുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സിസ്റ്റമാണ് ബ്രദറെ പറഞ്ഞു തരുന്നത്. പറ്റുമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ എല്ലാ ദിവസവും കാണുകയും ശ്രവിക്കുകയും അതുപോലെ തന്നെ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് വന്നു ചേരും. ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വംശത്തിലോ ഏത് പാരമ്പര്യത്തിലാണെങ്കിലും ബ്രദർ പറയുന്ന നിയമം ഒന്ന് മാത്രമേ ഉള്ളൂ: ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം. അതാണ് നിങ്ങൾക്ക് തരുന്നത്. ബ്രദർ ഈ വചനത്തെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ വചന സന്ദേശം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒരുപാട് തിയോളജിയോ ഫിലോസഫിയോ ഒന്നും ബ്രദർ പഠിച്ചിട്ടില്ല. എനിക്ക് തിയോളജി പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, എനിക്ക് ഫിലോസഫി പഠിക്കാനുള്ള ആളുകളില്ല, എനിക്ക് ഒരുപാട് അറിവ് പകർന്നതിന് ഒരുപാട് വലിയ ആളുകളുമായിട്ട് കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് ഒരു അടുപ്പമുണ്ട്. ആ വ്യക്തിയാണ് ഈ ക്രൂശിതൻ. ഈ ക്രൂശിതൻ നമ്മളെ സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും വഴിയിലൂടെ നയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റുപറ്റാൻ നമുക്ക്. ഞാൻ മനുഷ്യനാണ്, പക്ഷേ ക്രൂശിതന് ഒരു കാരണവശാലും തെറ്റുപറ്റുകയില്ല. ഇത് സത്യമാണ്, ഇത് ജീവനാണ്, ഇത് ജീവാമൃതമാണ്, ഇതൊരു സത്യമാണ്. നിങ്ങൾ കുരിശിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ക്രൂശിതൻ നിങ്ങളുടെ ജീവിതത്തിൽ വരും, പ്രവർത്തിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു.
മേ ബി ഈ സന്ദേശം കേൾക്കുന്നത് ചിലപ്പോൾ ഒരു അക്രൈസ്തവ സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ഭാരം താങ്ങി നടക്കണ്ട. നിങ്ങളുടെ ഭാരം ഈ ക്രൂശിതനെ ഏൽപ്പിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ ഭാരം ഏൽപ്പിക്കുക? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ദൈവത്തെ ഏൽപ്പിക്കാൻ സാധിക്കും, പറ്റും. എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. നിങ്ങളിൽ നല്ലവരും ഉണ്ടാകും, മോശം ആൾക്കാരുണ്ടാകും. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉറവിടം കർത്താവാണ്. ആരുമല്ല തെറ്റ്, മനുഷ്യന്റെ ശത്രുവല്ല. പക്ഷെ അപ്പോൾ നമ്മളിൽ പലരും ചോദിക്കും, പിന്നെ എന്താണ് ഈ ശത്രുത, എന്താണ് ഈ കൂടോത്രം, എന്താണ് ഈ വെറുപ്പ്, വിദ്വേഷം, ഈ ദുർപ്രവൃത്തികൾ? ഇങ്ങനെ പല പ്രവൃത്തികളും പല മ്ലേച്ഛതകളും നമ്മുടെ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ നിങ്ങൾ അറിയാതെ ജീവിച്ചു, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പല ആളും പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകേണ്ടവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, അതുപോലെ മറ്റു പ്രാർത്ഥനാലയത്തിൽ പോകുന്നവർ അവരതുപോലെ അവർ പോകുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ചു എന്നൊരു യാഥാർത്ഥ്യം. എൻ്റെ ജീവിതം അതുപോലെ ആയിരുന്നു. ഞാൻ ഒരുപാട് വർഷം ദൈവത്തെ അറിയാതെ ജീവിച്ചു. തീർച്ചയായിട്ടും ദൈവാരാധനയുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ദൈവം തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകൾ ചെയ്യാൻ ആ തമ്പുരാൻ, ഈ ദൈവം എന്നെ പഠിപ്പിച്ചു. ഈ ദൈവം തമ്പുരാനാണ് എന്നെ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾ. പക്ഷെ ഇത് അംഗീകരിക്കാൻ നിങ്ങൾ ആർക്കൊക്കെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അംഗീകരിപ്പിക്കുവാൻ പ്രത്യേകിച്ചൊന്നും എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. കാരണം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് തെളിവ്. ഈ ക്രൂശിൽ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ സന്ദേശത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം മനുഷ്യ മക്കളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിലുള്ള ആളുകൾ, നിങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ട്, ഹൈന്ദവ സഹോദരിമാരുണ്ട്, ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനത, സ്വന്തം മക്കളുണ്ട്. സ്വന്തം മക്കൾ എന്ന് പറയാൻ കാരണം കൂദാശ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തെരഞ്ഞെടുത്ത വലിയൊരു അടയാളമാണ്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തമാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പല വ്യക്തികൾക്കും പല പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ ഒന്നും യോഗ്യതയില്ല. മീൻസ് ഇമാനുവൽ ബ്രദർ എന്ന ഈ വ്യക്തിക്ക് ഇമാനുവൽ ആക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഈശോയും പരിശുദ്ധാമ്മയുമാണ്. മീൻസ് എൻ്റെ യഥാർത്ഥ പേര് ഇമാനുവൽ എന്നല്ല. അപ്പോൾ ആ പഴയ പേരിനെ മാറ്റി പുതിയൊരു നാമധേയം തന്നത് ഈ ദൈവതമ്പുരാനാണ്, ഈ കർത്താവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയെ മാറ്റാൻ, പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ, രൂപാന്തരപ്പെടുത്താൻ ഈ കർത്താവിന് പറ്റും, ഈ ദൈവത്തിന് പറ്റും, ഈ ക്രൂശത്തിന് പറ്റും. ഇത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ ഒരു നേതാവായിട്ടല്ല ബ്രദർ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പച്ചയായ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവല്ല ഞാൻ. ഒരു പ്രസ്ഥാനവും എന്നെ തീറ്റിപ്പോറ്റുന്നില്ല, ഒരു പ്രസ്ഥാനവും എന്നെ നയിക്കുന്നില്ല, ഒരു പ്രസ്ഥാനവും എന്നെ ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ എല്ലാ പ്രസ്ഥാനത്തെയും, എല്ലാ മനുഷ്യരെയും, എല്ലാ സിസ്റ്റത്തെയും, എല്ലാത്തിനെയും ഞാൻ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം ദൈവത്തിന്റെ ക്രിയേഷനാണ് എല്ലാം. അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവിന്റെ ക്രിയേഷനാണ് എല്ലാം. അതുകൊണ്ട് നമുക്ക് ഒരു പ്രസ്ഥാനത്തെയോ ഒരു മേഖലയോ ഒന്നിനെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. നമുക്ക് ഒരധികാരം മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. മേ ബി പല ജാതിയിലും പല മതത്തിലും പല വംശത്തിലും പെട്ട ആളുകളാണല്ലോ ഈ സന്ദേശം കേൾക്കുന്നത്.
അതുകൊണ്ട് റിയാലിറ്റിയെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ മനസ്സിലുള്ള സത്യം, എൻ്റെ മനസ്സിലുള്ള അനുഭവം, എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്, ഇതേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് 100% സത്യമാണ്. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ കുറിച്ചിടണം. കാരണം നമ്മളിൽ ഒരുപാട് വ്യക്തികൾ ഒരുപാട് പരാജയങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന മക്കളാണ്. 100%. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന മക്കളിൽ 99% പേരും 3 കാര്യത്തിൽ നിരാശരായിരിക്കുക. 1, കുടുംബജീവിതത്തിൽ നിരാശര്. 2, മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരുപാട് മാതാപിതാക്കള്. 3, എല്ലാം പരാജയപ്പെട്ട് ഇനി എന്താണ്, ഇനി എങ്ങോട്ട്, ഇനി എന്ത് ചെയ്യണം, മീൻസ് അങ്ങനെ ഒരു അസ്വസ്ഥതയിൽ കിടക്കുന്ന ആൾക്കാർ. മീൻസ് കടബാധ്യതയാകാം, രോഗമായിരിക്കാം, ദുരിതമായിരിക്കാം, സാമ്പത്തിക പ്രയാസമായിരിക്കാം, ജപ്തിയായിരിക്കാം. അങ്ങനെ 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 നമ്മുടെ ലിസ്റ്റുകൾ നീണ്ടു പോകുന്നുണ്ട്. അത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ ദൈവത്തെ ഒന്ന് ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ആ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ചെവിയുള്ളവൻ കേൾക്കും, കണ്ണുള്ളവൻ കാണും. അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് മുതൽ ബ്രദർ മേ ബി എപ്പോഴാ ആഴ്ചയിൽ സന്ദേശം ഇടുന്നെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയിലാണ് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിലൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം ബ്രദറിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ അയച്ച എൻ്റെ പിതാവിന്റെ പവർ, അധികാരം, ശക്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവ് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും അവിടുത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നന്മകൾ, എന്തെങ്കിലും സത്പ്രവൃത്തികൾ, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ബ്രദർ എന്ന വ്യക്തി, ഈ വ്യക്തിയെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തവനാണ് ഈ ജീവിക്കുന്ന ഈ കർത്താവ്. കാരണം ഞാൻ ഭൂമിയിൽ ഒരു കാരണവശാലും ജീവിക്കാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ മാറ്റിമറിച്ച് പുതിയൊരു മനുഷ്യനായി, പുതിയൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന ഏകക്രൂശനായ എൻ്റെ പൊന്നു തമ്പുരാനാണ്. അവിടുത്തെ കൃപയിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അവിടുത്തെ കരുണയിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അവിടുത്തോട് എന്നും എപ്പോഴും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മനുഷ്യനാണ്, നിസ്സഹായനാണ്, ബലഹീനനാണ്. തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, അപരാധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ അടങ്ങിയ നിങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു ഞാൻ. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൽ ഒരാൾ മാത്രമാകുന്നു. സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ദൈവവചനം അറിയിക്കാനും ദൈവവചനത്തിൽ നിങ്ങൾ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ തമ്പുരാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു കൃപ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തമ്പുരാൻ കർത്താവിന്റെ ഈ ദൈവത്തിന്റെ വചനം കേൾക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. പറ്റുമെങ്കിൽ ഈ സന്ദേശം ഫസ്റ്റ് മുതൽ എൻഡ് വരെ, അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം, ഒരു മനസ്സ് കാണിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഈ ക്രൂശത്തിനെ നിങ്ങൾ ഓർക്കുക, ഈ ക്രൂശത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. പിന്നെ 3 കാര്യങ്ങൾ ബ്രദർ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലായിരിക്കും അതിന്റെ പൂർണ്ണത ലഭിക്കുക. ആ 3 കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി, നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറ്റി, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവസ്നേഹം നിങ്ങളിലേക്ക് നിറയണം. നിങ്ങൾ ഈ കൽപ്പനകളും കാര്യങ്ങളൊക്കെ പാലിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രദറിനെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരു 2 വരിയെങ്കിലും
പ്ലീസ് ടൈപ്പ് ചെയ്ത് ബ്രദറിനെ അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വചന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദേശമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ബ്രദർ അത് സമയ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോ മക്കൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ, ഇമാനുവൽ ബ്രദർ. അപ്പോൾ ഈ ബ്രദറിനെ ഇങ്ങനൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് ഈ ജീവിക്കുന്ന ദൈവമായ പൊന്നുതമ്പുരാനാണ്. ആ പരിശുദ്ധ മാതാവിന്റെ കരം പിടിച്ചിട്ടാണ് ഞാൻ ഈശോയെ അറിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പല ആളുകൾക്കും പല കാര്യങ്ങളും അറിവില്ലാത്തത് കൊണ്ട് പല വ്യക്തികളും പല മനുഷ്യരും പറയുന്ന ഒരു പരാജയം വരുമ്പോൾ അവര് ദൈവത്തെ പഴി പറയുന്നു. മേ ബി ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആൾക്കാരായിക്കോട്ടെ, തമ്പുരാൻ കർത്താവ് ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ദൈവത്തെയാണ് പഴി പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തില് നമ്മളെയാണ് പഴി പറയേണ്ടത്. കാരണം യഥാർത്ഥത്തില് എല്ലാ തിന്മയുടെയും ഉറവിടം നമ്മൾ തന്നെയാണ്, ഒരിക്കലും ദൈവമല്ല. ദൈവം നിങ്ങളെ തിന്മയിലേക്ക് എത്തിക്കുന്നില്ല. ദൈവം നിങ്ങളെ തിന്മ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ തിന്മ ചെയ്യാൻ പ്രവർത്തിക്കുന്നില്ല. ദൈവം നിങ്ങളെ തിന്മ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ദൈവം ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താ? ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണ് ദൈവം മനുഷ്യ മക്കളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ മനുഷ്യ മക്കൾ അവരുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുമ്പോൾ അവർ വീണു പോകുന്നുണ്ട്. മേ ബി ഞാനടക്കം. കാരണം എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച സമയത്തൊക്കെ ഞാൻ പരാജയപ്പെട്ട് ഒന്നുമല്ലാത്ത ഒരു പാഴ്വസ്തുവായിട്ട് മാറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ഈ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ റിയാലിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ മാതാപിതാക്കളെ, ഈ ഭൂമിയിൽ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ അറിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അതാണ് അതിന്റെ കാരണം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും ദൈവത്തിന്റെ കൃപയിൽ നിങ്ങളുടെ ഹൃദയം ഒരുക്കണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം അവിടുത്തെ കൃപയിലേക്ക് നിങ്ങൾ ഒരുക്കണം. അപ്പോൾ ചോദിക്കും, ബ്രദർ, എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്താൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തിന്റെ കൃപയിലേക്ക് എത്തുക? എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ കർത്താവിനെ കുറിച്ച് പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കർത്താവിനെ കുറിച്ച് പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ക്രൂശിതനായ കർത്താവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ധ്യാനിക്കണം, നിങ്ങൾ ആരാധിക്കണം. എന്താണ് ക്രൂശിതൻ എന്ന് നിങ്ങൾ പഠിക്കണം. ഈ യേശുക്രിസ്തു എന്ന സത്യദൈവം എന്തായിരുന്നു? എവിടെയായിരുന്നു ഉത്ഭവം? ജീവിതത്തിൽ എന്തൊക്കെ സഹനങ്ങളും ത്യാഗങ്ങളും മാനവകുലത്തിന് വേണ്ടി ഏറ്റെടുത്തു? ആർക്കു വേണ്ടിയിട്ടാണ് കുരിശിൽ കയറിയത്? ആർക്കു വേണ്ടിയിട്ടാണ് ക്രൂശിതനായത്? ആരുടെ പാപപരിഹാര ബലിയായിട്ടാണ് ഈ ക്രൂശിതൻ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടത്? സ്വന്തം ശരീരം, സ്വന്തം രക്തം മാനവകുലത്തിന് വേണ്ടിയിട്ട്, മാനവകുലത്തിന്റെ പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടു എന്നത് നിങ്ങൾ ഓർത്താൽ മാത്രം പോരാ, ധ്യാനിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ സത്യം കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. എന്നിട്ട് ഈ ക്രൂശിതനെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഈ ക്രൂശിതൻ നിങ്ങളെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. ഈ വഴിയിലൂടെ നിങ്ങൾ ആരെങ്കിലും സഞ്ചരിക്കുന്നു എങ്കിൽ നിങ്ങൾ തമ്പുരാൻ കർത്താവിനെ കണ്ടെത്തിയിരിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, മഹത്വം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. മേ ബി ബ്രദറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല ശുശ്രൂഷ ചെയ്തിട്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ എനിക്ക് ഉപയോഗിക്കണമെന്ന് തോന്നി. ഉപയോഗിക്കുമ്പോൾ അറിയാലോ, ഇന്ന് സത്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് അസ്വസ്ഥതകൾ ഫേസ് ചെയ്യേണ്ടി വരും. പല ആളുകളുടെയും പല്ലുകടിയും മറ്റു കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. പക്ഷേ ഈ ക്രൂശിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും, അല്ലെങ്കിൽ കുരിശിൽ മരിക്കാനും
ഈ ബ്രദർ തയ്യാറാണ്. കാരണം ഒരു ജാതിക്ക് വേണ്ടിയിട്ടോ, ഒരു വംശത്തിന് വേണ്ടിയിട്ടോ, ഒരു കുലത്തിന് വേണ്ടിയിട്ടോ, ഒരു പാരമ്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ല, ഒരിക്കലും അല്ല. ഈ ക്രൂശിതനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു, ഈ കർത്താവിനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു. ഈ കർത്താവിന് വേണ്ടിയിട്ട് കുരിശിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇത് വെറും ടൈം പാസിന് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല, റിയാലിറ്റിയാണ്. കാരണം ഞാൻ കർത്താവിനെ ഹൃദയം തൊട്ട് സ്നേഹിക്കുന്നു. പ്രസ്ഥാനങ്ങളെയോ മറ്റു വലിയ വലിയ പ്രസ്ഥാനങ്ങളെയോ വലിയ വലിയ ആളുകളെയോ അല്ല, അവരെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ ക്രൂശിതനെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം തീർച്ചയായിട്ടും പ്രസ്ഥാനങ്ങളില്ലാതെ നേതാവില്ല, അല്ലെ? നിങ്ങൾക്കറിയാലോ, ഒരു പ്രസ്ഥാനമില്ലാതെ അവിടെ ഒരു നേതാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രസ്ഥാനമാണ് നമ്മുടെ സഭ. തീർച്ചയായിട്ടും സഭയെ 100% ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം ആ പ്രസ്ഥാനമില്ലാതെ ഈ നേതാവ് ഇല്ല. അപ്പോൾ ആ പ്രസ്ഥാനവും ഈ നേതാവും കൂടിയതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ക്രൂശിതനെയാകുന്നു. കാരണം ഈ ക്രൂശിതന്റെ കൈപിടിച്ച് നടന്നാൽ നമ്മൾ വീഴത്തില്ല, പക്ഷെ പ്രസ്ഥാനത്തിന്റെ കൈപിടിച്ച് നടന്നാൽ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ 2018 ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ആ സമയങ്ങളിലൊക്കെ ഒരു പ്രസ്ഥാനമൊന്നും എന്നെ സഹായിക്കാനോ സംരക്ഷിക്കാനോ അന്നും ഇന്നുമില്ല. അറൗണ്ട് ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞു, 2018 മുതൽ 2025 കാലഘട്ടത്തിൽ ഒരു പ്രസ്ഥാനങ്ങളോ ഒരു വലിയ വലിയ നേതാക്കന്മാരോ ഒരു വലിയ വലിയ ആളുകളോ ആരും സഹായിക്കാനോ കൂടെ നിൽക്കാനോ ഒന്നും ആരും വന്നിട്ടില്ല. പക്ഷെ ആരോടും പരാതിയോ പരിഭവങ്ങളൊന്നുമില്ല, എല്ലാവരും സ്നേഹിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, എന്താ, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെയും സിസ്റ്റം. തമ്പുരാൻ കർത്താവ് എത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും അതുപോലെ മുതിർന്ന ആളുകളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. കാരണം അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ മനുഷ്യരാണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ ഒരുപാട് മനുഷ്യര് ഒരുപാട് വലിയ വലിയ സ്ഥാനത്തില് നിൽക്കുന്ന ആളുകൾ വീണു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത് ആകുലത, വിഷമങ്ങൾ, നിരാശകളൊക്കെ വരാറുണ്ട്. കാരണം ഞാൻ ഈ കർത്താവിന് വേണ്ടിയിട്ടാണ് ലോകേഷ് വന്നിരിക്കുന്നത്. പിതാവേ, എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നൊരു നിരാശ. അതിന് കാരണം പല പല വ്യക്തികളും വീഴുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമമാണ്. എങ്ങനെ ഈ ക്രൂശിതനെ ലോകത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും? പക്ഷെ തീർച്ചയായിട്ടും ഈശോ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ്. കാരണം ഈ രാജാവിനെ പ്രഘോഷിക്കുവാൻ ഈ എളിയവന് എന്ത് യോഗ്യതയാ ഉള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ. തമ്പുരാൻ പറയുന്നുണ്ട്, എന്താ, ഏറ്റവും ബലഹീനനായ ഒരു വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നുമില്ലാത്ത, ആരുമില്ലാത്തവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിലും, നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുക, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, ആ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുക. ദൈവം നിങ്ങളെ ഉയർത്തും, മഹത്വപ്പെടുത്തും, വലിയൊരു സ്ഥാനത്തെത്തിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. ഈ ക്രൂശന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ എല്ലാം സാധിക്കും എന്ന് മാത്രം ചിന്തിക്കരുത്. ഈ ക്രൂശത്തിന്റെ കൂടെ പോകുമ്പോൾ എല്ലാം സാധിക്കുകയും ചെയ്യും. സഹനങ്ങളും ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, കല്ലുകൾ, മുള്ളുകൾ, പ്രയാസങ്ങൾ, പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. പല വ്യക്തികളും സഹനം വരുമ്പോൾ ഓടി രക്ഷപ്പെടും. എന്തിന്? ഈ ഭൂമിയിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ ഉറപ്പ് പറയുന്നു. സഹനങ്ങളുണ്ടാവാം, വേദനകളുണ്ടാവാം, ഒറ്റപ്പെടുത്തലുണ്ടാകാം, അപമാനങ്ങളുണ്ടാവാം, നിന്ദനകളുണ്ടാകാം, മേ ബി പല പല അപഖ്യാതികളും നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളും ഉണ്ടാക്കും. ഒരിക്കലും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്കും ഫോൾട്ട് ഉണ്ടല്ലോ. മേ ബി ഞാൻ ഉറപ്പ് പറയുന്നു, ഒരുപാട് വലിയ പാവികളിൽ പണ്ട് പൗലോസ് ലീഗ പറഞ്ഞാണൊക്കെ, തോമസ് ലീഗയൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണ്? പൗലോസ് ലീഗ പറഞ്ഞിട്ട്, പാവികളിൽ ഒന്നാമനാണ് കർത്താവേ, ഈ പാവിയെ അങ്ങ് എങ്ങനെ എടുത്തു, എങ്ങനെ തെരഞ്ഞെടുത്തു? തീർച്ചയായിട്ടും നമ്മുടെ ദൈവം പാവികളെ തേടി വന്ന
പൊന്നുതമ്പുരാനാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പാവങ്ങളുണ്ട്. പാവങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഹൃദയം തൊട്ട് പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ആ പാപികളിൽ ഒന്നാമനായ എന്നെ ദൈവം ഒരുപാട് ഉയർത്തിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ബ്രദർ എന്താണ് ലഭിച്ചത്? എനിക്ക് ലഭിച്ചത് ഞാൻ പറയട്ടെ, സന്തോഷം, സമാധാനം, ദൈവത്തിന്റെ സ്നേഹം. ഇതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ്. പക്ഷെ ഞാൻ പണ്ട് വചനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 2018 കാലഘട്ടത്തിൽ ഞാൻ അട്ടപ്പാടിയിൽ ഒരു ധ്യാനത്തിന് പോയി, നമ്മുടെ സേവ്യർ ഖാൻ വട്ടാലച്ഛൻ്റെ. അപ്പോൾ അച്ഛനായിരുന്നില്ല ശുശ്രൂഷ അന്ന് ചെയ്തത്, സാംസൺ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛന്റെ ശുശ്രൂഷ ഒരു വളരെ അനുഭവമുള്ളൊരു ശുശ്രൂഷയായിരുന്നു. അതെനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ആ പുണ്യഭൂമിയിൽ പോകുക, ആ പുണ്യഭൂമിയിൽ നിന്നും കർത്താവിന്റെ വചനം കേൾക്കുക, കർത്താവിന്റെ ദാസരെ കാണുക, കർത്താവിന്റെ ദാസരുടെ ആ ഒരു പ്രാർത്ഥന കിട്ടുക, അതുപോലെ തന്നെ അഭിഷിക്തന്മാരെ നമ്മൾക്ക് ബഹുമാനിക്കാനും അവിടെ പ്രാർത്ഥനാ കൃപകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു അത്ഭുതം, കൗൺസിലിംഗ് എന്നൊരു പ്രസ്ഥാനം എനിക്ക് അന്നാണ് മനസ്സിലായത്. നമ്മുടെ ജീവിതത്തെ എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട് എന്നും ആ തമ്പുരാൻ കൗൺസിലിങ്ങിലൂടെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവമായി വന്നു. അന്ന് രാജു ബ്രദർ ഒരു 3 കാര്യം അന്ന് എന്നോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, ബ്രദർ, കർത്താവിൽ സന്തോഷിക്കുവിൻ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഭാരം, ദുഃഖം, ആകുലത, നിരാശ, മരിക്കണമെന്ന ടെൻഡൻസി, ആത്മഹത്യ എന്ന ഒരു ടെൻഡൻസി, ആ ഒരു സിസ്റ്റത്തിലുണ്ട്. ഒരു വ്യക്തിയോട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കൗൺസിലിംഗ് പേഴ്സൺ പറയുന്നു, രാജു ബ്രദർ പറയുന്ന കാര്യം ഇതാണ്, ബ്രദർ, ദൈവമായ കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം കേട്ടു. അത് കഴിഞ്ഞിട്ട് രാജു ബ്രദർ കുറെ ദൈവവചനത്തിന് അനുസൃതമായുള്ള കുറെ നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ക്ഷമയെക്കുറിച്ച് പറഞ്ഞു തന്നു, നമ്മൾ കരുണ കാണിക്കേണ്ട സിസ്റ്റത്തെക്കുറിച്ചും, തമ്പുരാൻ നമ്മളെ സ്നേഹിച്ച ആ സിസ്റ്റത്തെക്കുറിച്ചും, ക്രൂശിതനായ കർത്താവിന്റെ ആ വലിയ കുരിശുമരണത്തെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ ദൈവത്തെ ആരാധിക്കാം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കാം എന്നെങ്ങനെ കുറെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അന്ന് എനിക്ക് വലിയ ഒന്നും തലയിൽ കയറിയിട്ടില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ വളരെ വിഭ്രാന്തിയും പ്രയാസത്തിലൂടെയാണ് കടന്നുപോയ കാലഘട്ടം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ക്രൂശിനെ കുറിച്ച് എനിക്ക് പഠിക്കണം, അറിയണം. ആ അറിവാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാര്യം. തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാൻ ദൈവം സഹായകനെ ഒരുക്കി തരും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്ക് വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഈ 3 ഭാഗങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് തമ്പുരാൻ മെസ്സേജ് തരുന്നുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, എനിക്ക് അറിയാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ക്രൂശിതൻ. പിന്നീട് നിങ്ങൾക്ക് അറിയാം, ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ദൈവവചനം എന്ന ഈ ആയുധം നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ ഓരോ വ്യക്തികളും നിരന്തരമായി ഒന്ന് ഗവേഷണം നടത്തണം, അന്വേഷണം നടത്തണം. പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ മിടുക്ക് കാണിക്കുന്നു. മേ ബി ആരെങ്കിലും ഒളിച്ചോടി പോയാൽ അത് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും തകർച്ചയെ കുറിച്ച്, ഒരാൾ വീണു പോയാൽ ആ വ്യക്തിയെ കുറിച്ച് പറയാനും, മ്ലേച്ഛത പരത്തുവാനും, അല്ലെങ്കിൽ ആ വ്യക്തിയെ തകർക്കുവാനൊക്കെ നമ്മളിൽ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അത് ദൈവഹിതാണോ അല്ലയോ എന്ന് നിങ്ങൾ ഓരോരോ ആത്മപരിശോധന നടത്തണം. കാരണം നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നിങ്ങളെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ബ്രദർ, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്
നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കുക. കാരണം നിങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു ഞാൻ, നിങ്ങളുടെ എളിയൊരു സഹോദരൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ ഒരിക്കലും സന്തോഷിക്കരുത്. ഒരാൾ വീണു പോയാൽ ഒരിക്കലും നമ്മൾ അവരെ അപമാനിക്കരുത്, അവരെ കരിവാരി തേക്കരുത്, അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കരുത്. കാരണം അവരും ദൈവത്തിന്റെ മക്കളാണ്. ഞാനും നിങ്ങളും എല്ലാവരും ബലഹീനരാണെന്ന കാര്യം ഓർക്കണം. എല്ലാവരും എത്ര ബലവാനാണെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് വേദനകളുണ്ട്, ഓർക്കണം. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും. കാരണം ഇന്ന് പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയെയും എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്, എല്ലാവർക്കും ആകുലതകളുണ്ട്, എല്ലാവർക്കും വേദനകളുണ്ട്. എല്ലാവർക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, എത്രയോ വലിയ വലിയ സമ്പന്നരെയും എത്രയോ താഴ്ന്ന അടിത്തട്ടിൽ കിടക്കുന്ന ദരിദ്രരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തില് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് ഈ ക്രൂശിതനാണ്. സമ്പന്നരുടെ ഇടയിലും ദരിദ്രരുടെ ഇടയിലും. അപ്പോൾ ചോദിക്കും, സമ്പന്നർ ദരിദ്രർ, അതിനെ കുറിച്ചും പറഞ്ഞു തരാം. സമ്പന്നര് എന്ന് പറയുന്നത് എന്താ, രാജകൊട്ടാരത്തിൽ വാഴുന്ന രാജാവിനെ പോലെ ജീവിക്കുന്ന ആളുകളുടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ രാജാവിന്റെ ജീവിതരീതിയും അതുപോലെ തന്നെ കുപ്പത്തൊട്ടിയിൽ, മേബി വഴിയോരത്ത്, വഴിയരികിൽ, അല്ലെങ്കിൽ എന്താ ഭവനങ്ങളില് ഉപേക്ഷിക്കപ്പെട്ട് ആരോരും നോക്കാൻ ഇല്ലാത്ത അനാഥ മന്ദിരങ്ങള്, ഇതെല്ലാം ഈ തമ്പുരാനാണ് എന്നെ യാത്ര ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്കറിയാമായിരിക്കും, വഴിയോരത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പല മേഖലകളിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ, ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ പറ്റാത്ത, ഒരു നല്ല തലയണയോ ഒരു നല്ല ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു നല്ല പായ പോലും ഇല്ലാതെ വഴിയോരത്ത് കിടന്നുറങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്, അനുഭവത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒന്നുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ടവർ, രോഗം ആയിട്ട് കൈയും കാലും പഴുത്ത് പുഴുവരിച്ച് വഴിയോരത്ത് കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ ആ അവസ്ഥയിലായി തീർന്നു? അതിനൊരു കാര്യം, ദൈവത്തെ അറിയാതെ ജീവിച്ചു. ദൈവത്തെ അറിയാതെ അവർ ജീവിച്ചു. ദൈവത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കിട്ടിയ സമയത്തൊക്കെ മറ്റുള്ളവരെ പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞൊക്കെ ജീവിച്ചു. അതാണ് അതിന്റെ കാരണം. പക്ഷെ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം ബ്രദർ എന്ന വ്യക്തിക്ക് അങ്ങനെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ താല്പര്യമില്ല. ഈ ക്രൂശിതനുണ്ട് രക്ഷിക്കാൻ. ഈ ഒരു ഉറപ്പിൽ മേൽ ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് സത്യമാണ്. എത്ര വലിയ കുഴിയിലാണെങ്കിലും, എത്ര വലിയ പ്രസ്ഥാനമാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും, ഈ ക്രൂശിന് മുന്നിൽ ഒന്നുമല്ല നമ്മൾ. ഈ കുരിശ് കിടക്കുന്ന കർത്താവിന്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല. സമ്പന്നരെ ദരിദ്രനാക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ദരിദ്രരെ സമ്പന്നനാക്കുവാനും തമ്പുരാന് വലിയ സമയമൊന്നും വേണ്ട. അവിടുന്ന് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ എല്ലാ രീതിയിലും എൻ്റെ ഈ ചെറിയ വർഷത്തിനിടയിൽ, മേബി ഞാൻ ശുശ്രൂഷ പറഞ്ഞല്ലോ 2018 സ്റ്റാർട്ട് ചെയ്ത്, ഈ 18 to 25 ഇത്രയും വർഷത്തിനിടയിൽ എല്ലാ രീതിയിലും ജീവിച്ചു. എല്ലാ രീതിയിലും ജീവിക്കാൻ ദൈവം അവസരം തന്നു. അതുപോലെ തന്നെ താഴ്ന്ന തട്ടിൽ കിടക്കുന്നവരെ കാണുവാനും അവരെ കൈപിടിച്ച് ഉയർത്തുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ ദൈവം മക്കളോടെ അവസരം തന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവം മക്കളോടെ അവസരം തന്നു. കാരണം എനിക്കൊരു കഴിവുമില്ല, ഒരു പ്രാധാന്യമില്ല, നിസ്സഹായനായ ഒരു മനുഷ്യൻ, ആരോരുമില്ലാതെ ഞാനും ഉപേക്ഷിക്കപ്പെട്ട് പെരുവഴിയിലായവനായിരുന്നു. പെരുവഴി എന്ന് പറയുമ്പോൾ ആരോടും പറയാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ പോരായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ നമുക്ക് അർഹതയില്ല. എൻ്റെ പോരായ്മ, എൻ്റെ കഴിവുകളോട്, എനിക്ക് യൂസ് ചെയ്യാൻ, എനിക്ക് ഉപയോഗിക്കാൻ ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ. ആ പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഈ ദൈവത്തെ അറിയുന്നത്. ആ പ്രതിസന്ധി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കർത്താവിനെ, ഈ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ അറിയില്ലായിരുന്നു.
ഈ പാവപ്പെട്ടവരെ കാണാൻ പറ്റില്ലായിരുന്നു. ഈ ദരിദ്രരെ ഉപേക്ഷിക്കപ്പെട്ടവരെ ഒരുപാട് വർഷം 2020 ശുശ്രൂഷ ദരിദ്രരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനുള്ള കൃപ തമ്പുരാൻ കർത്താവ് തന്നത്. അതിനും ദൈവം ഓരോ ആയുധങ്ങൾ ഒരുക്കി തന്നു. കാരണം എൻ്റെ കയ്യിൽ സമ്പാദ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ക്രൂശത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ഈ ക്രൂശത്തിന് എല്ലാം നമുക്ക് തരും. നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, യാചിക്കുക, ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ബ്രദർ സംസാരിക്കുമ്പോൾ വോയിസിൽ പതർച്ച, ഇടർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും വരാം. കാരണം എന്തുകൊണ്ട്? ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ടാണ്. ഇത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അപ്ഡേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ബ്രദറിനോട് സിമ്പതിയോ സെന്റിമെന്റ്സോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം ഞാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണുക, നിങ്ങളുടെ സഹോദരനായിട്ട് കണ്ടാവുക. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ബ്രദർ ഇങ്ങനെ പറയുന്നതില് ഈ തമ്പുരാൻ സർവശക്തനാണ്. ഇത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ പറയുന്നു, ഈ തമ്പുരാൻ സർവശക്തനാണ്. ഈ കൃഷ്ണനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരിക്കലും നിങ്ങൾ കൈ വെടിയില്ല, ഉപേക്ഷിക്കുകയില്ല. പക്ഷെ നിങ്ങൾ ഹൃദയം തൊട്ട് സ്നേഹിക്കണം. ഈ ഭൂമിയിലെ എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് നോക്കുക. ഈ തമ്പുരാൻ നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. നിങ്ങൾ തമ്പുരാന്റെ വചനത്തെ സ്നേഹിക്കണം. നിങ്ങൾ ബൈബിൾ എടുക്കുക, വായിക്കുക. നിങ്ങൾ ഏത് ജാതിയിലാണെങ്കിലും നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നതിന് ആരും നിങ്ങളെ ഒന്നും വിലക്കുകയൊന്നുമില്ല, ആരും ഉപദ്രവിക്കത്തില്ല, ആരും കൊല്ലത്തൊന്നുമില്ല. ധൈര്യമായിട്ട് വായിക്കാം, ധൈര്യമായിട്ട് വായിക്കാം. ഞാൻ ആരെയും ഒന്നിനും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു കാര്യം സത്യമായതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഇത്രയും വർഷത്തിനിടയിൽ 10,000-കണക്കിന് ആളുകളുടെ ജീവിതം മാറി മറഞ്ഞ് പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തിയ ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം, ഈ ക്രിസ്തുനായ കർത്താവിന്റെ തിരുവചനത്തിന്റെ പവർ, അധികാരം. അതാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ കൃപ നിറഞ്ഞ സന്ദേശങ്ങൾ ഇടുന്നതായിരിക്കും. മേ ബി ആഴ്ചയിൽ ഒന്നായിരിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്നായിരിക്കാം. അത് തമ്പുരാൻ തരുന്ന ആ ഒരു കൃപയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് സ്വന്തമായിട്ട് തോന്നാനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവോ വലിയ പവറോ വലിയ ഫിലോസഫിയോ തിയോളജിയോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഫിലോസഫിയും തിയോളജിയും അല്ല ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. റിയാലിറ്റിയിലാണ്, സത്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബ്രദറിനെ തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഉണ്ട്. ബ്രദറും പ്രശ്നക്കാരനാണ്. കാരണം ഞാൻ നിങ്ങളിൽ ഒരുവനാകുന്നു. അതുകൊണ്ട് ഒരിക്കലും എല്ലാം തികഞ്ഞ വ്യക്തി എന്ന് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ 100% സന്തോഷിക്കുന്നു. ആരിൽ? കർത്താവിൽ. ആ തിരുവചനത്തിൽ തീർച്ചയായിട്ടും കൂദാശ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ക്രൂശിതന്റെ വലിയൊരു സപ്പോർട്ടിലൂടെയാണ് സാധിക്കുന്നത്. രാവിലെ കൃത്യമായിട്ട് എഴുന്നേൽക്കാനും അതുപോലെ പ്രഭാത കൃത്യങ്ങളെല്ലാം നടത്തി ദൈവസന്നിധിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. തിരുവചനം പാലിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തെ ഒരുപാട് മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ ഒരുപാട് മക്കളിലൂടെ ദൈവം ചെയ്യാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇന്നും ആ ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ ജീവിക്കുന്നത്, അവിടുത്തെ കരുണയിലാണ്. നിങ്ങൾ ഓരോരുത്തരും അത് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും പല ആളുകളുടെ മനസ്സിൽ നിരാശ, അതുപോലെ തന്നെ വിഷമം, പരാതികൾ, പരിഭവങ്ങൾ, കുറ്റപ്പെടുത്തൽ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇനിയുള്ള കാലഘട്ടം നമുക്കറിയാം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതാണെങ്കിലും നമ്മൾ തമ്പുരാന്റെ കൈപിടിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ ഓരോരുത്തരെയും ഈ തമ്പുരാൻ അനുഗ്രഹിക്കും. പ്രത്യേകിച്ചും ഞാൻ ഒരു സന്ദേശം, ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ തരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ എന്തൊക്കെ മേഖലകൾ മാറ്റം വരുത്തണം, അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇറങ്ങി പുറപ്പെടുന്നതും പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഞാനൊരു ദൈവത്തിന്റെ ആ സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം ഒരു ഇൻട്രഡക്ഷൻ, നമുക്കൊരു ആമുഖം എന്ന് പറയും, നമുക്കൊരു റിയാലിറ്റിയിലൂടെയാണ് ദൈവത്തെ പകർന്നു തരുന്നതിൽ എനിക്ക് താല്പര്യം. കാരണം ആ തമ്പുരാനെ കൃത്യമായിട്ട് പകർന്നു തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കുറെ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ മാച്ച് ചെയ്തിട്ട് പറയുന്നത്.
പക്ഷെ അതിനേക്കാൾ ആഴത്തിലേക്ക് വലയിറക്കുവാൻ ദൈവം അവസരം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വല എന്ന് പറയുന്നത് ദൈവവചനം എന്ന വിത്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ആ ഗിഫ്റ്റ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഒരുപാട് പ്രസ്ഥാനങ്ങളില്ലാത്തത് കൊണ്ടാണ് ബ്രദർ ഓൺലൈനിലൂടെ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നത്. കാരണം തമ്പുരാന് വേണ്ടി ഈ ഭൂമിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തമ്പുരാന്റെ വചനം തമ്പുരാന്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. പ്രധാനമായിട്ടും കർത്താവിന്റെ സംരക്ഷണം. സങ്കീർത്തനങ്ങൾ 91 അധ്യായം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മുതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇപ്പോൾ നമുക്ക് ഈ സന്ദേശത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. അതിനാണ് പറഞ്ഞത് ദൈവത്തിന്റെ, ഇവിടെ പറഞ്ഞ അത്യുന്നതന്റെ സംരക്ഷണം. എന്താണ് അത്യുന്നതന്റെ സംരക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്യുന്നതനായ ദൈവമായ കർത്താവിന്റെ സംരക്ഷണം. ആ സംരക്ഷണത്തിൽ നിങ്ങൾ ആരെങ്കിലും വസിക്കുന്നെങ്കിൽ അവിടുന്ന് പറയുന്നത് സർവശക്തന്റെ തണലിൽ കഴിയുന്നവനോടും പറയുന്നു. തമ്പുരാൻ പറയുന്നു, കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്കാണെങ്കിൽ ദൈവത്തെ ഹൃദയം തൊട്ട് സ്നേഹിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കുമെന്നാണ് കർത്താവ് തിരുവചനത്തിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ദൈവത്തെ മാനിക്കുന്നു, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, അവിടുത്തെ കൃപയ്ക്ക് അനുസൃതമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിതം ക്രമീകരിക്കുന്നു, ക്രമപ്പെടുത്തുന്നു എങ്കിൽ തിരുവചനത്തിന്റെ 2ാം ഭാഗം അവിടെ നിന്ന് വേടന്റെ കെണിയിൽ. എന്താണ് വേടൻ? എന്താണ് വേടൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേടൻ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഒരു നായാട്ടിന് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മൃഗത്തെ വേട്ടയാടുവാനാണ് നായാട്ടിന് ഒരു വ്യക്തി പോകുന്നത്. അപ്പോൾ വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവരതിനെ കൊന്നു തിന്നും. അപ്പോൾ അത്രയേറെ വലിയ പ്രതിസന്ധിയിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, പ്രശ്നത്തിൽ നിന്നും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. നിങ്ങൾ ഈ ദൈവകൽപ്പന 1-ാമത്തെയും 2-ാമത്തെയും തിരുവചന ഭാഗം നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് അത് പാലിച്ചെങ്കിൽ, ദൈവകൽപ്പന പാലിക്കണം, നിങ്ങൾ പാലിച്ചെങ്കിൽ നിങ്ങളെ ദൈവം സംരക്ഷിക്കും എന്നാണ് അവിടുന്ന് തന്നിരിക്കുന്ന വാഗ്ദാനം. ദൈവത്തിന്റെ വാഗ്ദാനം ഒന്നും പാഴായി പോയിട്ടില്ല, ഒരിക്കലും വ്യർത്ഥമായി പോയിട്ടില്ല എന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം. അവിടുന്ന് പറയുന്നുണ്ട്, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ, എന്തെങ്കിലും വലിയൊരു പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണെങ്കിലും തമ്പുരാൻ പൊതിഞ്ഞ് സംരക്ഷിക്കും. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം, ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന, ഒരു പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു സഹോദരന്റെ ജീവിതം,
ആ സഹോദരി പല സമയങ്ങളിൽ പറയുന്നുണ്ട്, ബ്രദർ എനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കും, ഞാൻ മരണപ്പെട്ടു പോകും, എനിക്ക് കൂടുതൽ സമയമില്ല, എന്തായിട്ടും ഇനി കൂടുതൽ ഭൂമിയിൽ എനിക്ക് സമയമില്ല. അങ്ങനെ ഒരുപാട് നിരാശയും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഒരു സമയം എന്നോടൊരു കാര്യം അപ്ഡേഷൻ ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ദൈവം നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവർക്കറിയാം അവർക്ക് പല പ്രയാസമുണ്ട്, അവർ മരണപ്പെട്ടു പോകുമെന്ന്. തീർച്ചയായിട്ടും അവർ വിചാരിച്ച പോലെ തന്നെ പക്ഷെ ദൈവം സംരക്ഷിച്ചു. അങ്ങനെ ഈ സ്ത്രീ ഒരു ബസ് യാത്ര ചെയ്യുന്ന സമയത്ത്, വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി ആക്സിഡന്റിലാകുകയും, അതുപോലെ ആ സ്ത്രീ നിന്നിരിക്കുന്ന ഭാഗം ഒരു പോസ്റ്റുമായിട്ട് അടിച്ച്, സ്ത്രീ ആ ഭാഗത്താണ്, ആ പോസ്റ്റുമായിട്ട് അടിച്ച് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു സ്ത്രീ നിന്നിരുന്നത്. അപ്പോൾ സ്ത്രീ കൈ തെറ്റി ദൈവത്തിന്റെ കൃപ കൊണ്ട് പോസ്റ്റ് ഇടിച്ചു, ഡ്രൈവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, ഒരു മതിലിടിച്ച് തകർത്ത് തരിപ്പടായി. അവർ നിന്നിരിക്കുന്ന ഭാഗം മൊത്തം പൊടിയായി എന്ന് പറയാം. അത്രയ്ക്കും വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസ്. ഒരിക്കലും ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും മറ്റുള്ളവർക്ക് സംശയമായിരുന്നു. എല്ലാവരും എങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി. പോസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലായി. പവർ പ്രശ്നങ്ങളൊന്നും അവിടെ, കറണ്ട് പോസ്റ്റാണ്, മേ ബി വേണമെങ്കിൽ ആ കറണ്ട് പോസ്റ്റ് ഷോക്ക് അടിച്ച് ആ വണ്ടി മൊത്തം കത്തിപ്പോകാനുള്ള സാധ്യതയും അതിലുള്ള എല്ലാവരും മരണപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു മിറാക്കിൾ, ആരും മരണപ്പെട്ടിട്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ സ്ത്രീ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ സീറ്റ് ഇരിക്കുന്ന അവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ അവിടെ ആ ഒരു ഗ്യാപ്പില് വളരെ വളരെ സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവർക്ക് എന്താണെന്ന് ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ സംരക്ഷണം, നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ്. അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വന്തം ആ നീല അങ്കിക്കുള്ളിൽ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൃശ്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ ബ്രദറിനെ അത്രയും വലിയ ആത്മീയ നോളജ്. തീർച്ചയായിട്ടും ദൈവം കുറെ കൃപകളും വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. അത് എല്ലാവരെയും വെളിപ്പെടുത്താൻ നമുക്ക് പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് സത്യം വെളിപ്പെടുത്തുന്നവർ ഭ്രാന്തന്മാരായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. അപ്പോൾ ആ സ്ത്രീയെ, അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഈ സംരക്ഷണം, ഈ 91 സങ്കീർത്തനമാണ് എനിക്ക് അപ്പോൾ കാണിച്ചത്. അപ്പോൾ ആ മകളുടെ മരണത്തിൽ നിന്നും തമ്പുരാൻ കർത്താവ് പരിശുദ്ധ അമ്മവാദികൾ കാത്തു പരിപാലിച്ച് ആ അങ്കിക്കുള്ളിൽ സംരക്ഷിച്ചു. എന്നിട്ട് പല ആളുകളും വന്ന് ചോദിച്ചു, എന്താണ് നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അവരോട് ചോദിച്ചത്. കാരണം തൊട്ട് നോക്കിയിട്ട് പോലും അവർക്ക് ബോധമില്ല. പക്ഷെ ആ സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പോറൽ പോലും വരാത്ത രീതിയിൽ പൊന്നുതമ്പരൻ കാത്തു പരിപാലിച്ചു. ആ പരിശുദ്ധ അമ്മ മാതാവ് കാത്തു പരിപാലിച്ചു എന്നത് എനിക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കറിയാത്തതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് മനുഷ്യർക്ക് സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും വ്യാജം പറഞ്ഞാൽ അവർ അത് ഉൾക്കൊള്ളിച്ച് അവരനുസരിക്കും. പക്ഷെ ഒരിക്കലും സത്യം മാത്രമേ ഇന്നും എപ്പോഴും വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ തൂവൽ കൊണ്ട്, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. പിന്നീട് പറയുന്നുണ്ട് മനുഷ്യ മക്കളോട്, രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസരത്തെയും നീ ഭയപ്പെടേണ്ട. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് പല പ്രശ്നങ്ങളും, പല പ്രോബ്ലംസും, പല അസ്വസ്ഥതകളും വരും. അപ്പോൾ ഈശോ പറയുന്നത്, തമ്പുരാൻ കർത്താവ് വന്നിട്ട് നീ ഭയപ്പെടേണ്ട എന്നാ പറഞ്ഞത്. നീ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും അതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് എന്ത് അസ്വസ്ഥതകളും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. കാരണം തമ്പുരാൻ അവിടെയുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിലാണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ദൈവത്തിലാണ്, ദൈവവചനത്തിലാണ്, ഇവിടുത്തെ കൽപ്പനകൾ നിങ്ങൾ യഥാവിധം പാലിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യം, ആ സ്ത്രീ തീർച്ചയായിട്ടും ദൈവത്തിലായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വലിയൊരു കൃപ ഉള്ള ഒരു ജീവിത രീതിയിലായിരുന്നു ആ സമയങ്ങളിൽ പോയി. കാരണം തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കുവാനും നന്മകൾ ചെയ്യുവാനും സത്കർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും മുൻപതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ തമ്പുരാൻ സർവശക്തനാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കാരണം തീർച്ചയായിട്ടും ദൈവത്തിനാണെങ്കിൽ ഒരനർത്ഥവും ആ മക്കൾക്ക് സംഭവിക്കുകയില്ല.
അതുപോലെ തന്നെ ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. തീർച്ചയായിട്ടും ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്ത്രീ, പുരുഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവദാസിനെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും അപഖ്യാതിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും മ്ലേച്ഛതകളോ വേണ്ടാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ പറഞ്ഞ് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന ഈ വചനം തന്നെയാണ് കാണിക്കുന്നത്. ഈ വചനം സംഭവിക്കും. കാരണം ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. കാരണം ദുഷ്ടൻ എന്ന് പറയുന്നത് ആ അശുദ്ധാത്മാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട്. കാരണം പല കാര്യങ്ങളിലും എനിക്കെതിരായി പ്രവർത്തിച്ചവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ ഒന്നും സാധിക്കുകയില്ല. കാരണം ഞാൻ നിസ്സഹായനാണ്, ബലഹീനാണ്. പക്ഷെ എന്റെ ഈ ക്രൂശിതന് എല്ലാം ചെയ്യാൻ സാധിക്കും. കാരണം വചനം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായെന്നാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകേണ്ട വൈരാഗ്യ, ശത്രുത, വെറുപ്പോ ഞാനൊന്നും കാണിക്കാറില്ല. ഞാൻ കൂദാശ സമയത്ത് കർത്താവിനോട് അവർക്ക് നല്ലത് വരുവാൻ വേണ്ടിയിട്ടും അവർക്ക് ദൈവകൃപ നിറയാൻ വേണ്ടിയിട്ടും ദൈവ കരുണ നിറയാൻ വേണ്ടിയിട്ടും ദൈവസ്നേഹം നിറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എന്റെ നെഞ്ചത്ത് ആരെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് അവരോട് ഒരു വൈരാഗ്യം, വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. മേ ബി സംസാരിക്കുമ്പോൾ ചില സമയം ദേഷ്യങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് ആരോടും ഒന്നുമില്ല. കാരണം എന്തിനു വേണ്ടിയിട്ട് ഇന്ന നാളെ ഭൂമി വിട്ടു പോകണ്ടേ ഞാൻ എന്തിനു വേണ്ടിയിട്ട് വൈരാഗ്യം, ശത്രുത, വെറുപ്പ് കൊണ്ട് നടക്കണം? മേ ബി നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മേഖലയാണെങ്കിൽ അതിനെ വെറുത്ത് ഉപേക്ഷിക്കുക, അതിന്റെ വഴിക്ക് പോയിക്കൊള്ളാൻ പറയും. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് എന്തിനാ വെറുതെ ഭാരം ഉണ്ടാക്കുന്നത്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങളിൽ പല ആളുകൾക്കും പല അടിയും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം, പലതും ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അത് ഹൃദയത്തിൽ നിന്ന് തൂത്തുവാരിക്കളഞ്ഞ് ഫ്രീ ആക്കും. എന്നിട്ട് പുറപ്പാട് 14 നിങ്ങൾ വായിക്കണം. ബൈബിൾ എടുത്തിട്ട് പുറപ്പാട് 14 വചനം നിങ്ങൾ പാലിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം ദൈവത്തെക്കാൾ വലുത് ഒരിക്കലും നമ്മളല്ല. നമ്മൾ അവിടുത്തെ സന്നിധിയിൽ കൃമികളും കീടങ്ങളുമാണ്. ആ ഒരു കാര്യം മറക്കരുത്. ഞാനൊരു ഒന്നുമല്ല. കാരണം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപാട് മക്കൾ കേൾക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളിലെ ഏറ്റവും എളിയവനാണ്. നിങ്ങളെക്കാൾ ഏറ്റവും ഡൗൺ ആയി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. മീൻസ് അതാണ് സത്യം. പക്ഷെ ഈ ദൈവം തമ്പുരാൻ എന്നെ ഉയർത്തി. ഈ ദൈവം എത്രയോ ഉയർത്തി. എനിക്ക് സന്തോഷം, സമാധാനം തമ്പുരാനാ തന്നിരിക്കുന്നു. കൃഷിനെ ഞാൻ അതുകൊണ്ട് അത്രയേറെ സ്നേഹിക്കുന്നത്. സ്വത്തോ പണമോ സമ്പത്തോ അല്ലാട്ടോ, അതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് ദൈവസ്നേഹം, സന്തോഷം, സമാധാനമൊക്കെ ഈ കൃഷിക്ക്. അന്നേക്കുള്ള ആഹാരം, വസ്ത്രം, പാത്രം എല്ലാം എനിക്ക് ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ ആ തമ്പുരാൻ തന്നിട്ടുണ്ട്. ഒരു കുറവുമില്ല. ഞാൻ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും എല്ലാവരും തരും. അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. കാരണം അത്രയും അധികാരം ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് ദൈവം തരുമെന്നാണ് വാഗ്ദാനം തരുന്നത്. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമം നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ തമ്പുരാൻ കർത്താവ് നിങ്ങളെ എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കും. നിങ്ങളെ പാതാളത്തിലേക്ക് എറിഞ്ഞാലും അവിടെയും ദൈവം വന്ന് സംരക്ഷിക്കും. എന്റെ ജീവിതാനുഭവം. കാരണം ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് വന്ന സമയത്ത് ഒരു കറിവേപ്പില പോലെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞതായിരുന്നു എന്നെ കൊണ്ടുവന്ന ഫാമിലി. പക്ഷെ അവിടെ നിന്നും, ആ കുപ്പത്തൊട്ടിയിൽ നിന്നും ഈ തമ്പുരാൻ, ഈ ജീവനുള്ള ദൈവം, ഈ ക്രൂശിതൻ എന്നെ ജീവനിലേക്കും ശക്തിയിലേക്കും വചനത്തിലേക്കും അടുത്തിലേക്ക് എത്തിച്ചു. പക്ഷെ എന്നിട്ടും എന്നെ വലിച്ചെറിഞ്ഞവരോട് എനിക്കൊരു പരാതിയോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഒന്നും എൻ്റെ ഹൃദയത്തിലില്ല. മേ ബി സംസാരിക്കുമ്പോൾ ഞാൻ മനുഷ്യനാണ്, എനിക്കും വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്, മേ ബി ആയിരിക്കാം. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അവരോട്, കുടുംബത്തോടും
ഒരു പരാതിയും പരിഭവങ്ങളില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആരെയും കുറ്റപ്പെടുത്താനോ പരാതി പറയാനോ പഴിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ പറയുന്നുണ്ട്, എന്താ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും കർത്താവിന്റെ സംരക്ഷണം, കർത്താവിന്റെ രക്ഷ, കർത്താവിനെ ആരാണ് അധരം കൊണ്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്? ആരാണ് കർത്താവിന്റെ വേലക്ക് തയ്യാറാവുന്നത്? ആരാണ് പുരുഷനെ സ്നേഹിക്കുന്നത്? ആരാണ് ദൈവകൽപ്പന പാലിക്കുന്നത്? അവരുടെ ജീവിതത്തിലേക്ക് ഈ പൊന്നു തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കും. ഈ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. അമ്മ മാതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഈ സന്ദേശം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും മുറിവുകളും അങ്ങയുടെ തിരുക്കുരിശോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കാൽവരിമലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചീന്തിയ ഞങ്ങളുടെ പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ പുണ്യതമ്പുരാനെ, ഈ മക്കളെ എല്ലാവരും, ഈ സന്ദേശം കേൾക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇമ്മാനുവൽ ബ്രദർ എന്ന ബ്രദറിനെ ഇമ്മാനുവലാക്കിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയും ഈശോയുമാണ്, സ്വർഗീയ പിതാവുമാണ്. നമ്മുടെ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുത്തെ കൃപയ്ക്കും വരങ്ങൾക്കും ദാനങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രധാനമായിട്ടും ബ്രദർ പറഞ്ഞ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉണ്ടെന്ന് പറഞ്ഞു. ആ സന്ദേശം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തിലുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് മാറ്റി ദൈവകൃപയിലേക്ക് എത്തിക്കും. ഒന്ന്, അസൂയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വെറുപ്പ്, വൈരാഗ്യം, ശത്രുത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ആ മക്കളെ സ്നേഹിക്കുക. 2, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവകരുണയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ എന്താണ് ദൈവകരുണ? നിങ്ങളിൽ എന്താണ് നന്മ ചെയ്യാൻ പറ്റുന്നത്? ആ നന്മ സമൂഹത്തിനും കുടുംബത്തിനും കൂടപ്പിറപ്പിനും മാതാപിതാക്കൾക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടാത്തവർക്കും നിങ്ങൾ സ്നേഹിക്കാത്തവർക്കും നിങ്ങൾ നിങ്ങളുടെ കരുണ കാണിക്കുക. എന്താണ് കരുണ? നിങ്ങളിൽ ഒരു 10 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്നും 1 രൂപ, 10 രൂപയെങ്കിൽ അതിൽ നിന്നും 1 രൂപ നിങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ദരിദ്രർക്കുള്ള സേവനത്തിനായി മാറ്റിവെക്കുക എല്ലാ ദിവസവും. എന്നിട്ട് ഒരു മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണയായിട്ട് നിങ്ങളത് ഏറ്റവും അർഹതയുള്ളവർക്ക് വേണ്ടി വിഭജിച്ച് കൊടുക്കുക. മേ ബി പണമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു വ്യക്തിക്ക് ആവശ്യം? മേ ബി ഒരു രോഗിയാണ് കിടക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള മരുന്നോ കാര്യങ്ങളോ വസ്ത്രങ്ങളോ കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ നിങ്ങളുടെ മുന്നിൽ കഷ്ടപ്പെടുന്ന ആളുടെ നിങ്ങൾക്ക് കുറച്ച് അരിയോ സാധനങ്ങളോ മറ്റു വാങ്ങിക്കൊടുക്കാം. മേ ബി അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ആ കൃപയിൽ, ദൈവകരുണയിൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു വേണമെങ്കിൽ ചെയ്യിക്കാം. ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിലാണെങ്കിൽ അത് 100% ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം. അതിപ്പോ നമുക്കൊന്നും കൃത്യമായിട്ടൊന്നും ആരോടൊന്നും അടിച്ചേൽപ്പിക്കാനും ഈ ബ്രദറിനെ, ഈ പാവപ്പെട്ട മനുഷ്യനെ പറയാൻ സാധ്യതയില്ല. കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റം ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ്. പിന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ കുർബാനയിൽ പ്രാധാന്യം കൊടുക്കുക, കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കുക.
അങ്ങനെ ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ഫോളോ ചെയ്യുക. നമ്മൾ ആ ഒരു കൃപയിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ തമ്പുരാൻ തന്ന് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും എപ്പോഴും ഈ എളിയ സഹോദരന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും ആവശ്യമാണ്. എൻ്റെ ഭാഗത്തുനിന്ന് ചില സംഭാഷണത്തിലോ കമ്മ്യൂണിക്കേഷനിലോ എന്തെങ്കിലും ഫോൾട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റാൻ കാരണം ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ആത്മീയ നോളജിൽ ദൈവം തന്നിരിക്കുന്ന കൃപ ഉപയോഗിച്ചിട്ടാണ് ബ്രദർ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ശുശ്രൂഷയാണെങ്കിലും കാര്യപ്രവൃത്തിയാണെങ്കിലും ഒക്കെ തമ്പുരാന്റെ ആ കൃപയിലാണ് ചെയ്തു പോകുന്നത്. കാരണം എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല, മാനുഷിക നിലയിൽ ഞാൻ പറയുന്നു. പക്ഷെ തമ്പുരാൻ കർത്താവ് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുവരെ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളോടെല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ദൈവാനുഗ്രഹത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് കൂടുതൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ ദൈവകൃപ നിറഞ്ഞ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. 1000കണക്കിന് എപ്പിസോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ജീവിതം മാറ്റിമറിച്ച് പുതിയ രൂപാന്തരീകരണം ദൈവം കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ, 1000കണക്കിന് 10000കണക്കിന് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ അതിന് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം എനിക്ക് ലഭിക്കാൻ വേണ്ടി, അവിടുത്തെ കൃപയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവേ ആരാധന, യേശുവേ ഈശോയെ മഹത്വം. ദൈവമായ കർത്താവിന്റെ കൃപ, കരുണ, സ്നേഹം എല്ലാ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാ